ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഡ്രാഗൺ ചിക്കൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യമായി എല്ലില്ലാത്ത ചിക്കൻ നീളത്തിലുള്ള ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കാം. 300 ഗ്രാം ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ചെറുതായി മുറിച്ചതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ വിനാഗർ, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1 മുട്ട, 1 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. ഇവയെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ മാറ്റി വയ്ക്കാം. അരമണിക്കൂറിന് ശേഷം പാൻ ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് ചിക്കൻ മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു വശം മൊരിഞ്ഞതിന് ശേഷം ചിക്കൻ പീസസ് ഓരോന്നും മറിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ മൊരിഞ്ഞതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റാം. അടുത്ത സെറ്റ് ചിക്കൻ കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അതേ പാനിലേക്ക് തന്നെ നീളത്തിലരിഞ്ഞ സവാളയും നീളത്തിലരിഞ്ഞ ക്യാപ്സിക്കവും വഴറ്റിയെടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം വാടുന്ന സമയം കൊണ്ട് ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും 2 ടേബിൾ സ്പൂൺ സോയാ സോസും 1 ടീസ്പൂൺ വിനാഗറും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ക്യാപ്സിക്കം ചെറുതായി വാടി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെ പച്ചമണം മാറുമ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോസും ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഡ്രാഗൺ ചിക്കനിലേക്ക് കുറച്ച് വെളുത്ത എള്ള് കൂടി സ്പ്രെഡ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഡ്രാഗൺ ചിക്കൻ ഇവിടെ തയ്യാറായിരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.